പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. യേശുക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിത്യജീവമൊഴികൾ എന്ന പ്രസംഗ പരമ്പരയിൽ കടന്നു വരുവാനും സംസാരിക്കാനും കൃപാലുവായ ദൈവം ഒരു പ്രാവശ്യം കൂടെ ജീവിതത്തിൽ തന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാർക്കും ഗ്രൂപ്പിൽ ശ്രവിക്കുന്ന എല്ലാ സൗരസൗരന്മാർക്കും ഇതിനുശേഷം ഫേസ്ബുക്കിലും യൂട്യൂബിലും ഈ മെസ്സേജുകൾ കേൾക്കുന്ന എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. JCNDSD ഗ്രൂപ്പ് വഴിയായി നിങ്ങൾ 4 ഭാഷകളിൽ സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുന്നു. ഇത് അന്ത്യസമയമാണ്. ഈ കൃപായുഗത്തിൽ എല്ലാവരും മാനസാന്തരപ്പെടുകയും യേശുക്രിസ്തുവിലേക്ക് മടങ്ങി വരികയും രക്ഷാപൂർത്തി പ്രാപിച്ചുകൊണ്ട് നിത്യതയിൽ യേശുവിനോടുകൂടെ ആയിരിക്കണം എന്നാണല്ലോ ക്രിസ്ത്യാനികളുടെ പരമപ്രധാനമായ ലക്ഷ്യം. എന്നാൽ നിങ്ങൾ ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ബൈബിൾ എന്തു പറയുന്നു, യേശുക്രിസ്തു എന്തു പറഞ്ഞു, അപ്പോസ്തലന്മാർ എന്ത് പഠിപ്പിച്ചു എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നുണ്ടോ പ്രിയ സഹോദരി സഹോദരന്മാരെ? എന്തുകൊണ്ടെന്നാൽ കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് വന്നിരിക്കാൻ എല്ലാവരും മാനസാന്തരപ്പെടുവാനും പാപങ്ങളെ ഏറ്റുപറയുവാനും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു വരുന്നവരെ ദൈവം 1-ാം നൂറ്റാണ്ടിൽ ദൈവസഭയോട് ചേർത്തു എന്ന് വളരെ വ്യക്തമായി ബൈബിളിൽ കാണുമ്പോൾ നിങ്ങൾ ആ ലെവലിലേക്ക് വന്നിട്ടുണ്ടോ? ഞങ്ങൾ ഈ JCNDSD മുഖാന്തരമായി ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് സഭാ നേതാക്കന്മാരെയോ പാഷന്മാരെയോ കള്ളപ്രവാചകന്മാരെയോ ദുരുപദേശകരെയോ കള്ളപ്പാഷന്മാരെയോ അല്ല, പിന്നെയോ ഈ സംഘടനകളിൽ കുടുങ്ങിക്കിടക്കുന്ന അനേക വിശ്വാസികൾ ദൈവത്തെ മാനിക്കുവാനും ദൈവത്തെ അറിയാനും ആഗ്രഹിച്ചുകൊണ്ട് വരുന്ന അനേകരുണ്ട്. അവർക്കൊരുപക്ഷെ ഞങ്ങൾ പ്രസ്താവിക്കുന്ന ഈ വചനങ്ങൾ കേട്ടിട്ടില്ലായിരിക്കും. എന്നാൽ അങ്ങനെ ആരെങ്കിലും അബദ്ധത്തിലായിരിക്കുകയോ കുടുങ്ങിക്കിടക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഉപദേശമാണ് ഈ ഗ്രൂപ്പിൽ കൂടെ ഞങ്ങൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് കേൾക്കുന്ന വചനങ്ങൾ നിങ്ങൾ വായിച്ചു മനസ്സിലാക്കണം. ഈ ഗ്രൂപ്പിൽ കൂടെ കേൾക്കുന്ന വചനങ്ങൾ ഏതെങ്കിലും ദൈവവചനത്തിൽ നിന്ന് വിരുദ്ധമായിട്ട് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ തീർച്ചയായും ഞങ്ങളെ വിളിക്കണം, ഞങ്ങളെ പഠിപ്പിക്കണം, ഞങ്ങളെ ഉപദേശിക്കണം എന്നുകൂടെ പറയുന്നു. മാത്രമല്ല ഈ JCNDSD ഗ്രൂപ്പ് അനേകർക്ക് അനുഗ്രഹമായിരിക്കുന്നു. അനേകർ ഞങ്ങളെ വിളിക്കുന്നു സത്യമറിയാൻ വേണ്ടി. അപ്പോൾ കേൾക്കുന്ന ശ്രോതാക്കളും തീർച്ചയായും ഈ ഗ്രൂപ്പ് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ചെയ്തവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ ഈ സംരംഭത്തെ, ഈ സുവിശേഷ പ്രഘോഷണത്തിൽ നിങ്ങളും പങ്കാളികളാവാൻ നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ എൻകറേജ്മെൻറ്റും നിങ്ങളുടെ സപ്പോർട്ടും ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഞാൻ സംസാരിക്കുന്ന വിഷയം ഇതാകുന്നു: ആരാകുന്നു വചനത്തിൽ കൂട്ടിച്ചേർക്കുന്നവർ? വചനത്തിൽ കൂട്ടിയേർത്തുകൊണ്ടാണല്ലോ ഇന്ന് ഈ ലോകത്തിൽ കാണുന്ന സഭകൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് ആരാകുന്നു വചനത്തിൽ കൂട്ടിയേർത്തവർ എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് അല്പസമയം നിങ്ങളോട് സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നു. കൃപാലുവായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ ഇത് യേശുനാമക്കാരുടെ ദുരുപദേശമാണെന്ന് നിങ്ങൾ ചിന്തിക്കാതെ, കേൾക്കുന്ന വചനങ്ങൾ ബൈബിളിലുണ്ടോ, ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രായോഗികപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചിന്തിച്ച് ഒരു വിമർശന ബുദ്ധിയോടെ നിങ്ങൾ ഈ മെസ്സേജുകളെ കാണാതെ തീർച്ചയായിട്ടും അപ്പോസ്തലനായ പൗലോസ് 1 തെസ്സലോനി 2:13 എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ നിങ്ങളോട് പ്രസ്താവിച്ച വചനങ്ങൾ അത് നിങ്ങൾ ദൈവത്തിൻ്റെ വചനമായിട്ട് കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ നിങ്ങളെ നന്ദിയുള്ളവരായിരിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ പറയുകയും പഠിപ്പിക്കുകയും പ്രസ്താവിക്കുകയും ചെയ്യുന്ന വചനങ്ങൾ യേശുക്രിസ്തു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാരാൽ
കേൾപ്പിക്കപ്പെട്ട ആ സുവിശേഷമാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങളുടെ സ്വന്തത്തിൽ നിന്നോ ഞങ്ങളുടെ പഠിപ്പിലോ ഞങ്ങളുടെ നോളജ് കൊണ്ടോ അറിവിലോ ഒന്നുമല്ല. ബൈബിളിൽ എന്തെഴുതിയിരിക്കുന്നു അത് നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഉതകണം, അതാണ് ഉതകേണ്ടത്. അല്ലാതെ ഈ ലോകത്തിൽ ഉള്ള സ്കോളേഴ്സ് ഉണ്ട്, പഠിപ്പുള്ളവരുണ്ട്, ബുദ്ധിമാന്മാരുണ്ട്, സയൻറ്റിസ്റ്റുണ്ട്, ബൈബിൾ സ്കോളേഴ്സ്, പണ്ഡിറ്റ് പറയുന്ന BTH, MTH, മാസ്റ്റർ ഓഫ് ഡിവിനിറ്റി, PhD ഒക്കെ എടുത്ത അനേകരുണ്ട്. എന്നാൽ അവർ പറയുമ്പോൾ അവരുടെ പഠിത്തവും അവിടെ ഇനിഷ്യലും വെച്ച് നോക്കി നിങ്ങൾ ഒരിക്കലും അവരെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് രക്ഷ ലഭിക്കുകയില്ല എന്ന് വളരെ വ്യക്തമായി പറയുന്നു. എന്തുകൊണ്ടെന്നാൽ പൗലോസ് പറയുകയുണ്ടായി, പൗലോസ് പറഞ്ഞ എൻ്റെ നിര്യാണത്തിന് ശേഷം അനേക കൊടിയ ചെന്നായ്ക്കൾ എഴുന്നേൽക്കും, വിപരീത ഉപദേശം പറയുന്ന അനേകർ എഴുന്നേൽക്കുമെന്ന് പൗലോസിൻ്റെ ആ കാലത്ത് 1-ാം നൂറ്റാണ്ടിൽ പറഞ്ഞെങ്കിൽ, ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കാണുന്ന, ഞാൻ പറയട്ടെ, കത്തോലിക്ക മുതൽ തൃത്വ പെന്തക്കോസ്തുകാർ പറയുന്ന ഉപദേശങ്ങൾ വിപരീത ഉപദേശവും അത് ദുരുപദേശവുമാണ്. 98%ഉം നമ്മുടെ മുമ്പിൽ കാണുന്ന ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞുകൊണ്ട്, ദൈവദാസന്മാരെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അവർ പ്രവചനക്കാരാന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് പ്രത്യേക ശുശ്രൂഷ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് മാനിച്ച് പൊക്കിക്കൊണ്ട് നടക്കുന്നവർ മനസ്സിലാക്കുക, ബൈബിളാണ് അതിൻ്റെ അളവുകോൽ. ബൈബിളിലെ വാക്യങ്ങളെ വെച്ചുകൊണ്ടാണ് മറ്റുള്ളവരെന്ത് പറയുന്നത് ശരിയാണോ തെറ്റോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ഞാനൊരു വാക്യം വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. അത് നിങ്ങൾ ശ്രദ്ധിച്ചാലും അതിങ്ങനെയാകുന്നു. 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാലും അവിടെ ഇങ്ങനെ പറയുന്നു, ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്ന അനേകരെ പോലെ അല്ല, നിർമ്മലതയോടും ദൈവത്തിൻ്റെ കൽപ്പനയാലും ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ സംസാരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വാക്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ ഓർമ്മയിലേക്കും ഗ്രഹിക്കേണ്ടതിനു വേണ്ടി വായിക്കുന്നു. ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്ന അനേകരെ പോലെ അല്ല, നിർമ്മലതയോടും ദൈവത്തിൻ്റെ കൽപ്പനയാലും ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ സംസാരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അപ്പോസ്തലന്മാർക്ക് അത്ര കോൺഫിഡൻസ് ഉണ്ട്. അവർ പറയാണ്, ഇതിവിടെ പറഞ്ഞ പൗലോസാണ്. അപ്പോൾ ഞങ്ങൾ എന്ന് പൗലോസ് പറയുമ്പോൾ തീർച്ചയായിട്ടും അപ്പോസ്തലന്മാരെ റെപ്രസെൻ്റ് ചെയ്തു, അല്ലെ അപ്പോസ്തോലിക വൃന്ദത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്ന അനേകരെ പോലെ അല്ല. അപ്പോൾ തീർച്ചയായിട്ടും ആ പ്രസ്താവനയുടെ അർത്ഥം എന്താകുന്നു? അനേകർ ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്നു. വേറൊരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്നു, ഈ വചനത്തോട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നവൻ കള്ളനാകുന്നു എന്ന് പറയുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ദൈവവചനത്തോട് കൂട്ടിച്ചേർക്കുന്ന അനേക തൃത്വ പാഷന്മാരെ നമ്മുടെ മുമ്പിൽ കാണാം. കത്തോലിക്ക മുതൽ തൃത്വ പെന്തക്കോസ്ത് വരെയുള്ള മെയിൻ ലൈനിലായിരിക്കുന്ന IPC, ഷാരോൺ, ചർച്ച് ഓഫ് ഗോഡ്, അതുപോലെ തന്നെ അസംബ്ലീസ് ഓഫ് ഗോഡ്, TPM എന്നുള്ള അനേക മെയിൻ ലൈൻ ചർച്ചസ് നമ്മുടെ മുമ്പിൽ കാണാം. അത് ചർച്ചസ് അല്ല, അത് ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റീസ് ആകുന്നു എന്ന് റെജി ശാസ്താംകോട്ട എന്ന് പറയുന്ന ഒരു പ്രാസംഗികൻ പ്രസംഗിച്ചപ്പോൾ എനിക്ക് കേൾക്കാനിടയായി. അപ്പോൾ തീർച്ചയായിട്ടും ഞാനിപ്പോൾ തൽക്കാലം ഈ കത്തോലിക്ക മുതലുള്ള എപ്പിസ്കോപ്പൽ ചർച്ചസിനെ മാറ്റി നിർത്തിയിട്ട് പെന്തക്കോസ്തുകാരെന്ന് പറയുകയും അവരാണ് യഥാർത്ഥ വിശ്വാസികളെന്നും അവരാണ് യേശുക്രിസ്തുവിൻ്റെ വരവിങ്കൽ ഇപ്പോൾ എടുത്തുകൊള്ളപ്പെടും എന്ന് പറഞ്ഞ് ലോകത്തെ മുഴുവനും ദുഷ്പ്രചരണം നടത്തി ദുരുപദേശം സംസാരിക്കുന്നത് 98% ആൾക്കാരും തൃത്വ പെന്തക്കോസ്തുകാരെന്നറിയപ്പെടുന്ന ആ സമൂഹങ്ങളിലെ പാസ്റ്റേഴ്സ് ആകുന്നു. എന്തുകൊണ്ടെന്നാൽ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ എന്താണ് പറഞ്ഞത്? ഞങ്ങൾ
ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്ന അനേകരെ പോലെയല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം അനേകർ ദൈവവചനത്തോട് കൂട്ടുചേർക്കുന്നു എന്നല്ല ഇതിൻ്റെ അർത്ഥം. ഇനിയും എന്താണ് കൂട്ടുചേർക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാം, നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഉൽപ്പത്തി മുതൽ മലാക്കി വരെ നാം കാണപ്പെടുന്ന ദൈവമാണ് യഹോവ, യാഹ് അല്ലെങ്കിൽ യാവേ, അഡോണൈ, കർത്താവ് എന്ന് പറയുന്ന ആ ദൈവം മോശയുടെ ന്യായപ്രമാണത്തിലും സങ്കീർത്തനങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എന്ന് യേശുക്രിസ്തു പറഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും മോശയുടെ ന്യായപ്രമാണമാകുന്ന ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, അതാണ് മോശയുടെ ന്യായപ്രമാണം. സങ്കീർത്തനങ്ങൾ 150 ചാപ്റ്റേഴ്സ്. പിന്നെ പ്രവാചക പുസ്തകങ്ങളിലും യേശുക്രിസ്തു പറഞ്ഞു അതെന്നെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ന്യായപ്രമാണത്തിൽ മോശ പറയുണ്ടായി ഇസ്രായേൽ ജനത്തോട്, ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ എന്ന് പറയുന്നു. അപ്പോൾ അവിടെ മോശ പറയുന്നത് യഹോവ ഏകനായിട്ട്. സങ്കീർത്തനത്തിൽ പറയുന്നു ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അവിടെയും സങ്കീർത്തനത്തിൽ ഏകനായ ഒരു ദൈവത്തെക്കുറിച്ച് പറയുന്നു. ഇനിയും പ്രവാചക പുസ്തകത്തിൽ എന്ത് പറയുന്നു? യെശയ്യാ ഇങ്ങനെ പറയുന്നു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവന് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് വിളിക്കപ്പെടും. അപ്പോൾ മോശയുടെ ന്യായപ്രമാണത്തിലും സങ്കീർത്തനങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എന്ന് യേശു പറയുമ്പോൾ തൃത്വക്കാരായിരിക്കുന്ന പെന്തക്കോസ്ത് പാസ്റ്റർമാർ പഴയ നിയമത്തിലെ യഹോവ അല്ല, പുതിയ നിയമത്തിലെ യേശുക്രിസ്തു എന്ന് പറഞ്ഞ് രണ്ട് ദൈവങ്ങളെ ഉണ്ടാക്കി കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല, എന്താണ് ഇവർ വചനത്തിൽ കൂട്ടിയേർക്കുന്നത്? അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞങ്ങൾ വചനത്തിൽ കൂട്ടിയേർക്കുന്ന അനേകരെ പോലെയല്ല. അപ്പോൾ അനേകർ വചനത്തോട് കൂട്ടിച്ചേർക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയെങ്കിൽ തൃത്വക്കാരയക്കുന്ന പാസ്റ്റർമാർ, ദുരുപദേശകർ, കള്ളപ്പാസ്റ്റർമാർ വിശ്വാസികളെ വിശ്വാസികളെ ഫോക്കസ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾ എന്തിന് നിങ്ങളുടെ രക്ഷ നഷ്ടപ്പെടുത്തണം? അപ്പോൾ ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ എന്ന് പറയുമ്പോൾ, ദൈവം ഏകനെന്ന് അവിടെ പറയുമ്പോൾ തൃത്വക്കാരായ പാസ്റ്റർമാർ ഏകനോട് ചേർത്ത് ആദ്യം ഒരു 3 എഴുതിയിട്ട് 3 ഏകൻ എന്ന് പറയുന്നു. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? വചനത്തോട് കൂട്ടി ഏകൻ എന്ന് പറയുമ്പോൾ 3 ഏകൻ എന്ന് കൂട്ടി ഈ തൃത്വത്തിലെ പാസ്റ്റർമാർ ജനങ്ങളെ വഞ്ചിക്കുന്നു എന്ന് മനസ്സിലാക്കുക. മാത്രവുമല്ല, പിന്നീട് അവരുപയോഗിക്കുന്ന വാക്കുകളാണ് തൃത്വം, തൃത്വത്തിൽ ഒന്നാമൻ, രണ്ടാമൻ, മൂന്നാമൻ, സത്ത, സാരാംശം, 1 ഊസിയ, 3 ഹിപ്പോസ്റ്റാസിസ്, 1 in 3, 3 in 1. ഇങ്ങനെയൊക്കെ ബൈബിളിൽ ഇല്ലാത്തതായ ചില ടേംസ് ബൈബിളിനോട് ചേർത്ത് പഠിപ്പിക്കാൻ അവർ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ ആരാകുന്നു? അവർ വചനത്തിൽ കൂട്ടിച്ചേർക്കുന്ന അനേകരിൽ ചിലരാണ്. പ്രത്യേകിച്ച് പെന്തക്കോസ്തുകാരിലാണ് ഈ പ്രവണത കൂടുതൽ കാണുന്നത്. മറ്റുള്ള കത്തോലിക്കലോ മറ്റുള്ള സഭകളിലോ അവരുടെ ട്രഡീഷണായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്തു വരുന്നേ ഉള്ളൂ. പക്ഷേ ഏകദൈവത്തെ 3 കഷണങ്ങളാക്കി വിഭാഗിച്ചുകൊണ്ട് കോ ഈക്വൽ, കോ എക്സിസ്റ്റൻ്റ്, കോ ഇറ്റേണൽ എന്ന് പഠിപ്പിക്കുന്ന തൃത്വോപദേശം നിങ്ങൾ മനസ്സിലാക്കി അത് ദൈവത്തിനോട് കൂട്ടി പഠിപ്പിക്കുന്നതാണെന്ന് മനസ്സിലാക്കി എത്രയും വേഗം അങ്ങനെയുള്ള ദുരുപദേശങ്ങളെ വിട്ടൊഴിഞ്ഞ് സത്യമാർഗത്തിലേക്ക് വരുവാൻ യേശുക്രിസ്തുവും അപ്പോസ്തലന്മാരും പഠിപ്പിച്ചതും പ്രമാണിച്ചതും കാണിച്ചതും എഴുതപ്പെട്ടതുമായിട്ടുള്ള
ദൈവവചനത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം എന്ന് വളരെ ഹൃദയവേദനയോടെ നിങ്ങളോട് അറിയിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ അനേകർ ഈ തൃത്വവഞ്ചകരായിരിക്കുന്ന ദുരുപദേശകരും പാസ്റ്റർമാരുടെയും പ്രസംഗവും ഉപദേശവും മുഖാന്തരമായി അനേക ജനങ്ങൾ കൺഫ്യൂഷനായിരിക്കുകയാണ്. ഏതാണ് ശരി, ഏതാണ് തെറ്റ്? ശരിയും തെറ്റും നമുക്കറിയണമെങ്കിൽ തീർച്ചയായിട്ടും എങ്ങും പോകേണ്ട, അതിനുവേണ്ടി നമുക്കെടുക്കേണ്ട വാക്യമാണ് 1 യോഹന്നാൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു. ദയവായി ശ്രദ്ധിച്ചാലും. 1 യോഹന്നാൻ 4-ാം അധ്യായം 6-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്കു കേൾക്കുന്നു, ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിൻ്റെ ആത്മാവ് ഏതെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും ഇതിൽ നമുക്കറിയാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ നിങ്ങളുടെ മുമ്പിൽ വന്ന് പറയുന്ന തൃത്വം, ത്രിയേകൻ, തൃത്വത്തിൽ ഒന്നാമൻ, രണ്ടാമൻ, മൂന്നാമൻ, ആ പ്രസ്താവന തുടങ്ങിയത് ജാതീയരുടെ ഇടയിൽ തുടങ്ങിയ വിശ്വാസമാണ്. അതാദ്യമായിട്ട് ഉൽപ്പത്തിയിൽ കാണുന്ന വില്ലാളി വീരനായ നിമ്രോദിൻ്റെ ലോകസുന്ദരിയായിരിക്കുന്ന സെമ്രാമിസ്, ആ സെമ്രാമിസിൽ പെറ്റുപിഴച്ച ഒരുവനായിരുന്നു അവരുടെ പുത്രനായിരുന്ന തമ്മൂസ്. അതായത് നിമ്രോദ് മരിച്ചതിന് ശേഷം അവിഹിത ബന്ധത്തിൽ സെമ്രാമിസ് ഗർഭിണിയായപ്പോൾ ലോകത്തോട് പറഞ്ഞ് കളിപ്പിച്ചു, എൻ്റെ ഭർത്താവ് മരിച്ചു, പക്ഷേ പിന്നെയും എൻ്റെ ഗർഭത്തിൽ വന്ന് ദിവ്യമായിട്ടുള്ള ഗർഭം ഞാൻ ധരിച്ചു എന്ന് പറഞ്ഞ് ലോകത്തെ കബളിപ്പിച്ച ലോകസുന്ദരിയായിരുന്നു സെമ്രാമിസ്. അപ്പോൾ ലോകജാതികളിൽ തുടങ്ങിയതാണ് തൃത്വം എന്ന സംഹിത. അത് ബൈബിളിന് വെളിയിലുള്ളതാണ്. അത് ബാബിലോണിൽ തുടങ്ങി പെർഗമോസിൽ കൂടെ കത്തോലിക്ക സഭ അത് ഏറ്റെടുത്തു. പല പല രാജ്യങ്ങളിൽ പലതരത്തിലുള്ള തൃത്വമുണ്ടായിരുന്നു. ഇന്ത്യയിലും ഉണ്ടായിരുന്നു. മഹാവിഷ്ണു, അങ്ങനെയൊക്കെ ഉണ്ട്. മൂന്ന് പരമേശ്വരനും, അങ്ങനെ 3 തൃത്വക്കാരും. അപ്പോൾ ഈ ലോകജാതിയിലുള്ള വിശ്വാസം ബൈബിളിനോട് ചേർത്ത് ഇണക്കിക്കൊണ്ട് AD 325 നിക്കാ സുന്നഹദോസിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി, ഒരു കൊലപാതകൻ, തെർത്തുല്യൻ കൂട്ടുകെട്ടിൽ ഉരുത്തിരിഞ്ഞ ഒരു ദുരുപദേശമാണ്, ഒരു വിഷമാണ് തൃത്വം എന്ന ഉപദേശം. തൃത്വം എന്ന് ബൈബിളിൽ ആരും പഠിപ്പിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മോശയുടെ ന്യായപ്രമാണത്തിൽ പഠിപ്പിച്ചിട്ടില്ല തൃത്വം, സങ്കീർത്തനങ്ങളിൽ തൃത്വം പറയുന്നില്ല, പ്രവാചക വാക്കിൽ തൃത്വം പറയുന്നില്ല. അപ്പോൾ തൃത്വം ഈ ബൈബിളുമായിട്ട് ചേർത്ത് പഠിപ്പിക്കുവാൻ വേണ്ടി വളരെ കിണഞ്ഞ് പരിശ്രമിക്കുന്നവരാണ് തൃത്വ പെന്തക്കോസ്തിലെ പാസ്റ്റർമാർ. അവരെന്ത് ചെയ്യുന്നു? വചനത്തോട് കൂട്ടുചേർക്കുന്നു. ദൈവമേകൻ എന്ന് പറയുമ്പോൾ ത്രിയേകൻ എന്ന് പറഞ്ഞ് അവർ ജനങ്ങളെ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം അവർ വചനത്തോട് കൂട്ടിച്ചേർക്കുന്നവരായതിനാൽ അവർ കള്ളന്മാരാകുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ സുവിശേഷം, ഈ സത്യം തൃത്വസഭകളിൽ പോകുന്ന വിശ്വാസികൾ ഗ്രഹിച്ച് നിങ്ങൾ ഏക സത്യദൈവത്തിലേക്ക് കടന്നു വരണം. അതിനുവേണ്ടിയാണ് നിങ്ങളുടെ രക്ഷയ്ക്കുള്ള സന്ദേശമാണ് JCNDSDയിൽ കൂടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഉൽപ്പത്തി 1:1 മുമ്പിലുള്ള കാലയളവാണ് നിത്യത, എറ്റേണിറ്റി. ആ എറ്റേണിറ്റിയിലായിരുന്ന ദൈവം സ്പിരിറ്റാണല്ലോ. ആ സ്പിരിറ്റായ ദൈവം മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൽ സൃഷ്ടി ആരംഭിച്ചു. ഉൽപ്പത്തി 1:1 ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു. അത് ഏത് വർഷമാണെന്നോ ഏത് നാളെന്നോ നമുക്കറിയില്ല, അത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. പക്ഷേ മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൽ സൃഷ്ടി അന്ന് തുടങ്ങിയതാണ് ദൈവം. ആ ദൈവമാണ് നമ്മുടെ ഏകസത്യമായ ദൈവം. അല്ലെങ്കിൽ മലാക്കിയിൽ പറയുന്നു, നമ്മൾക്കെല്ലാവർക്കും ഒരു ദൈവമല്ലേ ഉള്ളൂ, ഒരു പിതാവല്ലേ നമുക്കുള്ളൂ, ഒരു ദൈവമല്ലോ നമ്മെ സൃഷ്ടിച്ചത്. തീർച്ചയായിട്ടും മാനവരാശിയെ ആയിരിക്കുന്ന ആദമിൽ തുടങ്ങിയ സൃഷ്ടി
ആദം ദൈവത്തിൻ്റെ മകനാകുന്നു. അപ്പോൾ യഹോവയായ ദൈവം മനുഷ്യകുലത്തിന് പിതാവായിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പോൾ പഴയ നിയമത്തിൽ കാണുന്ന പിതാവായ യഹോവയായ ദൈവം തന്നെ പുതിയ നിയമത്തിൽ നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി ഒരു മാംസത്തോടും രക്തത്തോടും കൂടെ ഭൂമിയിൽ വെളിപ്പെട്ടതാണ് യേശു ക്രിസ്തു എന്ന് വളരെ വ്യക്തമായി 1 തീമോഥെയോസ് 3:16 പറയുന്നു. വിതൗട്ട് കോൺട്രവേഴ്സി ഗ്രേറ്റ് ഈസ് ദ മിസ്റ്ററി ഓഫ് ഗോഡ്ലിനെസ്, ഗോഡ് വാസ് മാനിഫെസ്റ്റ് ഇൻ ദ ഫ്ലഷ്. ദൈവം ആയിരുന്നു ജഡത്തിൽ വെളിപ്പെട്ടത് എന്ന് വളരെ വ്യക്തമായി ബൈബിളിൽ പറയുമ്പോൾ പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് എന്ന് മൂന്ന് വ്യക്തികളെ ഒരു ദൈവത്തിൽ 3 വ്യക്തികളുണ്ടെന്ന് പറഞ്ഞ് മനുഷ്യന് കൺഫ്യൂഷൻ വരത്തക്ക രീതിയിൽ 1 in 3, 3 in 1, സാരാംശം, സത്ത എന്നൊക്കെ പറഞ്ഞ് മനുഷ്യനെ കളിപ്പിച്ച് സാധാരണക്കാരായ വിശ്വാസികളെ ഈ ഏകസത്യമായ യേശു ക്രിസ്തുവിൻ്റെ ആ കോൺസെൻട്രേഷനിൽ നിന്ന് യേശു ക്രിസ്തു എന്ന ദൈവത്തെ കേന്ദ്രീകരിച്ചുള്ള വിശ്വാസത്തെ ശിഥിലമാക്കുന്ന രീതിയിലാണ് ഈ ലോകത്തിലെ തൃത്വപാഷന്മാർ സംസാരിക്കുകയും അവരുപദേശിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ ലേഖനം 3-ാം അധ്യായം എഴുതിയപ്പോൾ പറഞ്ഞത്, ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്തു മയക്കിയതാര്? അപ്പോൾ യേശു ക്രിസ്തു എന്ന ഏക ദൈവത്തിൽ നമ്മൾ മനസ്സുറപ്പിച്ച് ഗ്രഹിച്ച് മുമ്പോട്ട് പോകേണ്ട നമ്മളെ ഈ തൃത്വക്കാരായിരിക്കുന്ന പാഷന്മാർ അവർ ആരാണ്? ക്ഷുദ്രക്കാരാകുന്നു എന്നാകുന്നു അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്. എത്ര വാസ്തവമാണ്! ദൈവമേകൻ പറയുമ്പോൾ ത്രിയേകൻ എന്ന് പറയും, തൃത്വം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ട് ബൈബിളിലില്ലാത്ത സംഹിതകൾ പറയുമ്പോൾ തീർച്ചയായിട്ടും അവർ വചനത്തിൽ കൂട്ടിയേർക്കുന്നു, അവർ കള്ളന്മാരാകുന്നു എന്ന് തൃത്വസഭയിൽ പോകുന്ന എൻ്റെ മാന്യ സ്നേഹിതരെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കി എത്രയും വേഗം രക്ഷയെങ്കിലേക്ക് കടന്നു വരിക. ഇത് അന്ത്യകാലമാകുന്നു, രക്ഷയുടെ വാതിൽ അടയാൻ പോകുന്നു. നോഹയുടെ സമയത്ത് പെട്ടകം ഉണ്ടാക്കിയതിനു ശേഷം നോഹയും കുടുംബവും പെട്ടകത്തിൽ കയറി. ദൈവമാണ് പെട്ടകത്തിൻ്റെ വാതിലടച്ചത്. അതുപോലെ തന്നെ ഈ നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ കാലവും ആകുമെന്നും ബൈബിളിൽ വളരെ വ്യക്തമായി പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ കൃപായുഗത്തിൽ ഈ രക്ഷയെ നമ്മൾ സ്വതന്ത്രമായിട്ട് ഫ്രീ ആയിട്ട് നമ്മൾ ലഭിക്കേണ്ട ഈ രക്ഷയെ എന്തിനു നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയണം? ഈ രക്ഷയുടെ വാതിലടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ 10 കന്യകമാരിൽ 5 കന്യകമാർക്ക് മണവാളൻ വാതിൽ അടച്ചതുപോലെ ഈ കൃപായുഗത്തിൽ യേശു ക്രിസ്തു ആകുന്ന ഏകസത്യ ദൈവത്തെ അറിയാതെ തൃത്വത്തിലാകുന്ന പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മായും 3 ദൈവങ്ങളാക്കി എന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്യുന്ന വിശ്വാസികളെ നിങ്ങൾ നാശത്തിൻ്റെ വക്കീലായിരിക്കുന്നു എന്ന് വളരെ ദുഃഖത്തോടുകൂടി അറിയിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ യേശു ക്രിസ്തു പറഞ്ഞു, നാശത്തിലേക്ക് പോകുന്നവരുടെ വഴി വീതിയും വിസ്താരവുമാകുന്നു. നിങ്ങളൊന്ന് മനസ്സിലാക്കണമേ, കത്തോലിക്ക മുതൽ പെന്തക്കോസ്ത് വരെയുള്ള ആ സമൂഹത്തെ ആണല്ലോ ക്രിസ്ത്യാനികളെന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ കത്തോലിക്ക മുതൽ തൃത്വ പെന്തക്കോസ്ത് വരെയുള്ള ആ സഭകളിലേക്ക് അനേകാര്യങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുകയല്ലേ? അപ്പോൾ യേശു ക്രിസ്തു എന്താ പറഞ്ഞത്? നാശത്തിലേക്ക് പോകുന്നവരുടെ വഴി വീതിയും വിസ്താരവുമാകുന്നു. ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ അവിടെ കുഴുകി പോകുന്നു ഈ പറയുന്ന സംഘടനകളിൽ. കത്തോലിക്ക മുതൽ പെന്തക്കോസ്ത് വരെയുള്ള സംഘടനകളിലേക്ക് അനേകർ നദി ഒഴുകുന്ന പോലെ ഒഴുകിപ്പോകുന്നു. പക്ഷേ യേശു ക്രിസ്തു പറഞ്ഞു അത് നാശത്തിലേക്കുള്ള വഴിയാകുന്നു, നരകത്തിലേക്കുള്ള വഴിയാകുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ജീവങ്കിലേക്കുള്ള വഴി ഇടുക്കവും ഞെരുക്കവും കുറച്ചു പേര് മാത്രമേ അവിടെ ചെന്ന് പ്രവേശിക്കുകയുള്ളൂ എന്ന് ബൈബിൾ കൃത്യമായിട്ട് പഠിപ്പിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണ് മഞ്ഞളിച്ചു പോകരുതേ. മെജോറിറ്റി അവിടെയല്ലേ. മെജോറിറ്റി 99 പേരും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലുള്ള സ്നാനം ശരിയാണെന്ന് നാമത്തിൽ വിശ്വസിക്കുമ്പോൾ ഒരുവൻ മാത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നാനം ശരിയാണെന്ന് പറയുമ്പോൾ ബൈബിൾ പറയുമ്പോൾ അതല്ലേ വിശ്വസിക്കേണ്ടത്? മെജോറിറ്റി അങ്ങോട്ടാണ് പോകുന്നത്. യേശു ക്രിസ്തു പറഞ്ഞല്ലോ നാശത്തിലേക്ക് പോകുന്നു. അങ്ങനെയെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളെ, സ്നാനത്തിൽ കൂടെ മാത്രമാണ് ഒരുവന് പാപമോചനം ലഭിക്കുന്നത്.
സ്നാനത്തിൽ കൂടിയാണ് നിങ്ങളെ പാപങ്ങളെ കഴുകിക്കളയുകയും പരിശുദ്ധാത്മാവ് ദാനം ലഭിക്കുകയും ചെയ്യുന്നു. അതിൽ കൂടി ആയതുകൊണ്ട് നിങ്ങൾ തൃത്വ ബന്ധുക്കോസിലായിരിക്കും സൗരസാരന്മാരെ, നിങ്ങളേറ്റ സ്നാനം, നിങ്ങളെ ഏൽപ്പിക്കപ്പെട്ട സ്നാനം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എന്ന ടൈറ്റിൽസ് പറഞ്ഞുകൊണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ നിങ്ങൾ പെട്ടത്. അങ്ങനെയാണെങ്കിൽ ആ ടൈറ്റിൽസിൽ ഒരിക്കലും ആ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന നാമങ്ങളിൽ ഒരിക്കലും നിങ്ങൾക്ക് പാപം ലഭിച്ചിട്ടില്ല, നിങ്ങളുടെ പാപങ്ങളെ കഴുകിക്കളഞ്ഞിട്ടില്ല എന്ന് വചനപ്രകാരം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ക്രിസ്തുവിനോടുകൂടി ഒരുവൻ ചേരേണ്ടത് ക്രിസ്തുവിനോടുകൂടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്നതാണ്. അത് അവനോടുകൂടെ മരിക്കണം. ആരോടുകൂടെ? യേശു ക്രിസ്തുവിനോട് കൂടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്നതാണ് സ്നാനം. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും മരിച്ചതാരാണ്? യേശു ക്രിസ്തു. അപ്പോൾ അവനോടുകൂടെ മരിക്കണമെങ്കിൽ ആരോടുകൂടെ മരിക്കണം? യേശു ക്രിസ്തുവിൻ്റെ കൂടെ. അപ്പോൾ ആരുടെ നാമത്തിൽ സ്നാനപ്പെടണം? യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടണം. അതല്ലേ ബൈബിൾ പഠിപ്പിക്കുന്ന സ്നാനം? അതല്ലേ അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതും പ്രമാണിച്ചതും നമുക്ക് എഴുതി തന്നതും? അതല്ലേ? എവിടെയെങ്കിലും ബൈബിളിൽ യേശു ക്രിസ്തുവിൻ്റെ മത്തായി 22:19 കൽപ്പന കേട്ട അപ്പോസ്തലന്മാർ എവിടെയെങ്കിലും ആർക്കെങ്കിലും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കൊടുത്തോ? ഏതെങ്കിലും ഒരു വിശ്വാസി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ സ്നാനമേറ്റോ? ഇല്ല. എങ്കിൽ സ്നാനം വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ? കത്തോലിക്ക മുതൽ പെന്തക്കോസ്ത് വരെയുള്ള എല്ലാ സഭകളിലും സ്നാനമുണ്ടല്ലോ. കത്തോലിക്കൽ ശിശുസ്നാനം കൊടുക്കുന്നു, രക്ഷാസേനക്കാർ കുടിക്കീഴ് നടത്തുന്നു, വേറെ ഇൻഫാൻറ്റ് സ്നാനം നടത്തുന്നു, വേറെ ചിലർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിലുള്ള ടൈറ്റിൽ പറഞ്ഞ് സ്നാനപ്പെടുത്തുന്നു. എന്നാൽ യഥാർത്ഥമായിട്ടുള്ള സ്നാനം ഏതാണ്? അതാണ് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർ 4:5 വളരെ വ്യക്തമായി പറഞ്ഞു, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, ദൈവം ഒരുവൻ. അങ്ങനെയെങ്കിൽ വിശ്വാസം ഒന്ന്, ആരിൽ വിശ്വസിക്കണം? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. സ്നാനം ഒന്ന്, ആരുടെ നാമത്തിലായിരിക്കണം? യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. വിശ്വാസം ഒന്ന്, ആരെ വിശ്വസിക്കണം? യേശു ക്രിസ്തുവിൽ. അപ്പോൾ അതല്ലേ കറക്റ്റായിട്ടുള്ള ഉപദേശമെന്ന് ഈ കേൾക്കുന്ന സഹോദരന്മാർ മനസ്സിലാക്കി എത്രയും വേഗം. ഹല്ലേലൂയ. ഈ വചനത്തിൽ കൂട്ടിയേർക്കുന്ന അനേക പെന്തക്കോസ്തിലെ കള്ളപ്പാഷന്മാരും കള്ള ദുരുപദേശകരും കള്ളപ്രവാചകന്മാരും പറയുന്ന കേൾക്കാതെ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ച അപ്പോസ്തലന്മാർ പറഞ്ഞ ഉപദേശം കേട്ട് ജീവങ്കിലേക്ക് വരിക, സത്യമാർഗം തിരഞ്ഞെടുക്കുക. അതുകൊണ്ടല്ലേ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞില്ലേ? എന്തു പറഞ്ഞു? ഗലാത്യലേഖനം 1:8 പറഞ്ഞു, ഞങ്ങൾ നിങ്ങളോട് ഉപദേശിച്ച സുവിശേഷത്തിന് എതിരായി വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരുവൻ ഒരു ദൂതൻ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ഈ തൃത്വ ബന്ധുക്കോസിലെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് സ്നാനപ്പെടുത്തുന്നവർ ശപിക്കപ്പെട്ടവരല്ലേ? വിശ്വാസികളെ, നിങ്ങൾ ചിന്തിക്കുക. ശപിക്കപ്പെട്ടവർ സ്വർഗത്തിൽ പോകുമോ? വെളിപ്പാട് പുസ്തകത്തിലുണ്ട്, ശപിക്കപ്പെട്ടവർ സ്വർഗത്തിൽ പോവുകയില്ല. അങ്ങനെയെങ്കിൽ വിശ്വാസികളെ, 6 ദിവസം ജോലി നോക്കി 7-ാം ദിവസം ചർച്ചിൽ പോയി നിങ്ങളുടെ പാഷന്മാർ പറയുന്ന കേട്ട്, വായിക്ക് വരുന്നത് കോതയ്ക്ക് പാട്ട് പോലെ എന്തെങ്കിലും പറയുന്ന കേട്ട് നിങ്ങൾ വീട്ടിൽ മടങ്ങി വന്ന് നിങ്ങൾ ബൈബിൾ പരിശോധിക്കാതെ മുമ്പോട്ട് പോയാൽ അന്ത്യകാലനാഥത്തിങ്കൽ നിങ്ങൾ എടുക്കപ്പെടുകയില്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ കൂടെ മരിച്ചില്ല, ക്രിസ്തുവിനെ ധരിച്ചില്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ സന്ധ്യാസമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. അപ്പോസ്തലന്മാർ വചനത്തോട് കൂട്ടിച്ചേർത്തില്ല, അവർ തൃത്വം പറഞ്ഞില്ല, ത്രിയേകൻ പറഞ്ഞില്ല, സാരാംശം സത്ത ഒന്നും അവർ പറഞ്ഞില്ല. അവർ പറഞ്ഞത് ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തപ്പെട്ട യേശു ക്രിസ്തുവിനെ കുറിച്ച് ഞങ്ങൾ പ്രസംഗിക്കുന്നു. അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. അപ്പോസ്തല പ്രവൃത്തി 1:8 പറയുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമരിയിലും ഭൂലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകണം. ആരുടെ സാക്ഷികളാണ് നമ്മളാകേണ്ടത്? യേശു ക്രിസ്തുവിൻ്റെ. അല്ലാതെ യഹോവ സാക്ഷി എന്നും പറഞ്ഞ കുറച്ച് ദുരുപദേശകർ, കുറച്ച് കള്ളന്മാർ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാൻ നേരത്തെ തന്നെ ഉള്ള അവർ. അത് ദുരുപദേശമാണ്. പരിശുദ്ധാത്മാവ് ഒരുവൻ്റെ വരുമ്പോൾ അവന് ശക്തി ലഭിക്കും. അപ്പോൾ അവൻ സാക്ഷി പറയേണ്ടത് യേശു ക്രിസ്തുവിനെ കുറിച്ചാകുന്നു എന്ന് യേശു ക്രിസ്തു വളരെ വ്യക്തമായി പറയുന്നു. തീർച്ചയായിട്ടും 1-ാം നൂറ്റാണ്ടിൽ സെഹ്യോൻ മാളികയിൽ പെന്തക്കോസ്ത് ദിവസം പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അപ്പോസ്തലന്മാർക്ക് ആ സത്യങ്ങൾ മനസ്സിലായി. എന്തുകൊണ്ടെന്നാൽ യേശു ക്രിസ്തുവോട്
പറഞ്ഞിരുന്നു, ഇനിയിപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്ന പലതും ഗ്രഹിപ്പാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല, എന്നാൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളെ സകല സത്യത്തിലേക്കും വഴി നടത്തും. അങ്ങനെയെങ്കിൽ 1-ാം നൂറ്റാണ്ടിൽ പരിശുദ്ധാത്മാവ് പ്രാപിച്ച അപ്പോസ്തലനായ പത്രോസ്, സ്വർഗരാജ്യത്തെ താക്കോലുകൾ കയ്യിലുള്ള പത്രോസ്, ഇവിടെ ഭൂമിയിൽ പൂട്ടുമ്പോൾ സ്വർഗത്തിൽ പൂട്ടും, ഇവിടെ ഭൂമിയിൽ അഴിക്കുമ്പോൾ സ്വർഗത്തിൽ അഴിക്കുകയും ചെയ്യും. അത്രയും അധികാരമുള്ളതായ അപ്പോസ്തലന്മാർ, പ്രത്യേകിച്ച് പത്രോസ് 1-ാം നൂറ്റാണ്ടിൽ പറഞ്ഞത്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ കണ്ടീഷൻ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ തൃത്വ പെന്തക്കോസ്തിലെ പാസ്റ്റർമാർ, കള്ളന്മാർ, ദുരുപദേശകർ, കള്ള അപ്പോസ്തലന്മാർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം തെറ്റാണെന്ന് പറയുകയാണെങ്കിൽ അവരുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ആത്മാവ് ദുരാത്മാവാകുന്നു എന്ന് മനസ്സിലാക്കുക. അത് ഞാൻ വായിച്ചു, ഞാൻ വിശദീകരിച്ചില്ല. 1 യോഹന്നാൻ 4:6 പറയുന്നുണ്ട്, ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ഞങ്ങളുടെ വാക്കുകൾ, ദൈവത്തെ അറിയുന്നവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. ആരുടെ വാക്ക്? അപ്പോസ്തലന്മാരുടെ. ദൈവത്തെ അറിയാത്തവർ, യേശുക്രിസ്തുവിൻ്റെ ദൈവത്തെ അറിയാത്തവർ അപ്പോസ്തലന്മാരുടെ വാക്ക് കേൾക്കുന്നില്ല. അപ്പോൾ അവരുടെ ഉള്ളിലുള്ള ആത്മാവ് ദുരാത്മാവാകുന്നു എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് പെന്തക്കോസ്ത് പാസ്റ്റർമാരുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ആത്മാവ് ദുരാത്മാവാകുന്നു, പരിശുദ്ധാത്മാവല്ല എന്ന് 1 യോഹന്നാൻ 4:6 വളരെ വ്യക്തമായി പറയുന്നു. അവിടെ അങ്ങനെ പറയാണ്, ദൈവത്തിൽ നിന്നുള്ളതോ അതോ സ്പിരിറ്റ് എറർ, തെറ്റായിട്ടുള്ള ആത്മാവാണോ എന്ന് ഇതിനാൽ അറിയാം. എങ്ങനെ അറിയുന്നത്? അത് അപ്പോസ്തലന്മാർ പറയുന്ന വാക്കുകൾ അവർ പറയുന്നത് ഗ്രഹിക്കണം, അവർ പറയുന്നത് അനുസരിക്കണം. അവർ പറയുന്നത് അനുസരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ദൈവത്തെ അറിയുന്നെന്ന് ഒരുത്തൻ പറഞ്ഞാൽ അനുസരിക്കേണ്ടത് ആരാണ്? അനുസരിക്കേണ്ടത് അപ്പോസ്തലന്മാർ പറഞ്ഞു. ഞാൻ ഒരു പ്രാവശ്യം കൂടെ വായിക്കാം നിങ്ങൾ ക്ലാരിറ്റിക്ക് വേണ്ടി. അതായത്, ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു, ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിൻ്റെ ആത്മാവേതെന്നും വഞ്ചനയുടെ ആത്മാവേതെന്നും ഇതിനാൽ അറിയാം. അപ്പോൾ ഒരുവൻ അപ്പോസ്തലന്മാരുടെ വാക്കുകൾ കേട്ടു പ്രമാണിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് പാപമോചനത്തിനു വേണ്ടി 1-ാം നൂറ്റാണ്ടിൽ പെന്തക്കോസ്ത് ദിവസം 3000 പേരും മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമിട്ട, അതാണ് ആദ്യത്തെ പ്രവൃത്തി, സ്വർഗരാജ്യത്തിലേക്ക് ജനിക്കുവാൻ വേണ്ടി ചെയ്യേണ്ട പ്രവൃത്തി. അതുകൊണ്ടാണ് യേശുക്രിസ്തു നിക്കോദെമോസിനോട് പറഞ്ഞത്, ആത്മാവിലും വെള്ളത്താലും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധ്യമല്ല. അപ്പോൾ തീർച്ചയായിട്ടും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുന്ന ആ പ്രവൃത്തിയിലാണ് നിങ്ങൾ ദൈവരാജ്യത്തിൽ ആദ്യമായി ജനിക്കുവാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? സത്യത്തിൻ്റെ ആത്മാവ് ഏതെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും അറിയാം. അപ്പോൾ തീർച്ചയായിട്ടും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നാനം തെറ്റാണെന്നും ദുരുപദേശമാണെന്നും, അത് മാത്രമല്ല സ്നാനം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തെറ്റാണെന്ന് ഒരുവൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ആരുടെ വാക്ക് കേൾക്കുന്നില്ല? അപ്പോസ്തലന്മാരുടെ വാക്ക് കേൾക്കുന്നില്ല. അങ്ങനെ വാക്ക് അവരുടെ കേൾക്കാതിരിക്കുമ്പോൾ അവരിൽ വസിക്കുന്ന ആത്മാവ് ഏതാണ്? ദുരാത്മാവ്, വഞ്ചനയുടെ ആത്മാവാണെന്നും ബൈബിളിൽ പറയുന്നു. അപ്പോൾ തീർച്ചയായിട്ടും തൃത്വം പ്രസംഗിക്കുകയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉള്ള സ്നാനം തെറ്റാണെന്ന് പറയുകയും ദൈവം 3 പറയുകയും ചെയ്യുന്ന തൃത്വ പെന്തക്കോസ്തിലെ പാസ്റ്റർമാർ വഞ്ചകന്മാരായിരിക്കുന്നു. അവരുടെ ഉള്ളിലുള്ള ആത്മാവ് വഞ്ചനയുടെ ആത്മാവാകുന്നു എന്ന് 1 യോഹന്നാൻ 4:6 വളരെ വ്യക്തമായി കാണുമ്പോൾ, സഹോദരി സഹോദരന്മാരെ, തൃത്വ സഭകളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ, നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് നിങ്ങൾ തൃപ്തരായിരിക്കുന്നുവെങ്കിൽ ഒരു കാര്യം അറിഞ്ഞുകൊള്ളുക, നിങ്ങളുടെ പാപം മോചിച്ചിട്ടില്ല. കാഹളനാഥത്തിങ്കൽ നിങ്ങൾ എടുക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ പാപം മോചിച്ചിട്ടില്ല, നിങ്ങൾ പാപികളാണ്. നിങ്ങൾ അതനുസരിക്കുന്നവരെയും നിങ്ങൾ പാപത്തിലായിരിക്കും. അതല്ല, അനുസരിക്കാതെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടാതെ നിങ്ങൾ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയാൽ തീർച്ചയായിട്ടും നിങ്ങളൊരു പാപിയായി മരിക്കുന്നു. പാപി ഒരിക്കലും സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്ന് വളരെ വ്യക്തമായി വെളിപ്പാടിൽ ലേഖനങ്ങളിൽ പറയുന്നു. അതുകൊണ്ട് മാന്യ സ്നേഹിതരെ, അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത് ഒരു പ്രാവശ്യം കൂടെ പറയുന്നു, ഞങ്ങൾ വചനത്തിൽ കൂട്ടിച്ചേർക്കുന്ന അനേകരെ പോലെയല്ല, വിശ്വസ്തയോടും നല്ല നിർമ്മലതയോടും കൂടി യേശുവിനെ കുറിച്ച് സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ തൃത്വക്കാരായിരിക്കുന്നവർക്ക് 3 ദൈവങ്ങളെ ആക്കുന്നവർ,
പിതാവ് ഒരു ദൈവം, പുത്രൻ ഒരു ദൈവം, പരിശുദ്ധാത്മാവ് ഒരു ദൈവം. 3 ദൈവങ്ങളെ ആക്കി അവർ പഠിപ്പിക്കുന്നു. തൃത്വം, ത്രിയേകൻ, സത്ത, സാരാംശം എന്നുള്ള കാര്യങ്ങൾ ബൈബിൾ ഇല്ലാത്തതുകൊണ്ട് ബൈബിളോട് കൂട്ടിച്ചേർക്കുമ്പോൾ അവർ കള്ളന്മാരാകുന്നു എന്ന് മനസ്സിലാക്കി സത്യോപദേശം കേട്ട് നിങ്ങൾ രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനു വേണ്ടി യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെട്ട് 3000 പേരെ യേശുക്രിസ്തു 1-ാം നൂറ്റാണ്ടിൽ ദൈവസഭയോട് ചേർത്തെങ്കിൽ ഇപ്പോഴും അങ്ങനെ ചേർത്തുകൊണ്ടിരിക്കുന്നു. ഇനിയും യേശുക്രിസ്തു 2ാമത്തെ വരവരെയും അങ്ങനെയുള്ളവർ മാത്രമേ ദൈവസഭയിൽ ദൈവം ചേർക്കുകയുള്ളൂ. അപ്പോൾ ആ ദൈവസഭയിലെ അംഗങ്ങൾ നിങ്ങളായിരിക്കുന്നോ? തീർച്ചയായിട്ടും തൃത്വസഭകളായിരിക്കുന്ന അല്ല. അതുകൊണ്ട് ഈ ദൈവസഭയിലേക്ക് കടന്നു വരാൻ വേണ്ടി വളരെ സ്നേഹത്തോടും ആദരവോടും വിനയത്തോടും കൂടി നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. കൃപാലുവായ ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക, അപ്പോസ്തലന്മാർ ബന്ധത്തിൽ ചേർക്കാത്തവരായിരുന്നു. നിങ്ങളുടെ പാസ്റ്റർമാർ തൃത്വത്തിൽ നിങ്ങൾ പോകുന്നെങ്കിൽ തൃത്വപാസ്റ്റർമാരുടെ ബന്ധത്തിൽ കൂട്ടിയേർക്കുന്നവരാകുന്നു, കള്ളന്മാരാകുന്നു എന്ന് മനസ്സിലാക്കി അവരെ വിട്ടൊഴിഞ്ഞ് നിത്യജീവനിലേക്ക് കടക്കുവാൻ വേണ്ടി അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് പ്രാർത്ഥന കഴിച്ച് അപ്പം നുറുക്കി വരുമ്പോൾ ദൈവം നിങ്ങളെയും ദൈവസഭയിൽ ചേർക്കും. യുഗായുഗങ്ങളായി കർത്താവിനോടുകൂടെ നിത്യരായിരിക്കും എന്നുകൂടെ ആ വലിയ സന്തോഷവും ആ ധൈര്യവും ആ പ്രത്യാശയും നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ രക്ഷ നഷ്ടപ്പെടുത്തരുത് എന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഇവിടെ ചുരുക്കുന്നു. കൃപാലുവായ ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ലോർഡ്. താങ്ക് യു ജീസസ്.